പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും നേർമുഖം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വേറിട്ട ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറിട്ടത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തിന് പച്ചപ്പ് നൽകിയ, ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു സത്പ്രവൃത്തി ചെയ്ത ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രവൃത്തിയും ജീവിതവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് വരുന്നത്. ഇത് എൻ്റെ പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രദേശത്തെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ പേരും ഞാനൊരു എഴുത്തുകാരനാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ എൻ്റെ സ്ഥലം കൂടി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഓച്ചിറ സ്വദേശിയാണ്. ഓച്ചിറ എന്ന് കേട്ടാൽ എല്ലാ മലയാളികൾക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. അത്രത്തോളം ചരിത്ര പശ്ചാത്തലമുള്ള ഒരു നാടാണത്. ഓച്ചിറക്കളി, ഓച്ചിറക്കാള, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, അതുപോലെ തന്നെ മലയാള കലാരംഗത്തെ മുടിചൂടാമന്നനായിരുന്ന ഓച്ചിറ വേലിക്കുട്ടി എന്ന കലാകാരൻ, ഇതെല്ലാം എല്ലാ മലയാളിയുടെയും അറിവിൽപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ആ ഓച്ചിറയിലെ ഒരു ഗ്രാമപ്രദേശമായ മഠത്തിൽ കാരായ്മയാണ് ഞങ്ങളുടെ നാട്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളുമൊക്കെ ഏത് തരത്തിലുള്ളതാണെന്നും മിക്കവാറും എല്ലാ മലയാളികൾക്കും തിരിച്ചറിയാം. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാധാരണയുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ആ പഴമയും അതിൻ്റെ പരിപാവനവുമെല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. സ്നേഹവും സൗഹാർദ്ദവും സഹിഷ്ണുതയും മതമൈത്രിയും എല്ലാം നിലനിൽക്കുന്ന, സർവ ജാതി മതത്തിൽപ്പെട്ടവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഗ്രാമമാണ് ഞങ്ങളുടേത്. അതിൻ്റെ ഐക്യവും അതിൻ്റെ മേന്മയും സത്യത്തിൽ ഞങ്ങളും ഞങ്ങൾക്ക് ശേഷമുള്ള തലമുറയും ഇന്ന് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒരു പുതിയ ലക്ഷണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു അനന്തൻ ആശാരി, അദ്ദേഹം വളരെ സാധു മനുഷ്യനാണ്. പലമാതിരി രോഗം കൊണ്ട് കൃത്യമായി ജോലിയൊന്നും ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഭാര്യയും 2 മുതിർന്ന പെൺമക്കളുമാണ്. അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം ജോലിയെടുത്തും ഈ ഭാര്യ തയ്യൽ ജോലികളൊക്കെ ചെയ്തുമൊക്കെയാണ് അവര് കുടുംബം പുലർത്തിയിരുന്നത്. അദ്ദേഹത്തിന്റെ വീട് വളരെ പഴയ ഒരു മൺപുരയായിരുന്നു. അത് കഴിഞ്ഞ മഴക്കാലത്ത് ഊർന്നു വീഴുകയും അങ്ങനെ ആ വീടിന് ഒരടച്ചുറപ്പില്ലാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പലരും ഇടപെട്ടിട്ട് സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തുകയും അതനുസരിച്ച് അവർ ആ ശേഷിച്ച മൺപുരയിലെ ഭാഗങ്ങൾ കൂടി ഇളക്കി കളയുകയും അതിനുശേഷം
ഒരു ടാർപോളിൻ ഷീറ്റിന്റെ അടിയിലേക്ക് അവർക്ക് ഒതുങ്ങി കഴിയേണ്ടിയും വന്നു. പക്ഷേ സർക്കാർ കാര്യം മുറ പോലെ എന്നല്ലേ, പല കാരണങ്ങളാലും ആ വീടിനുള്ള അംഗീകാരം ഇന്നോളം ലഭിക്കാത്ത ഒരു സാഹചര്യം എത്തി. അതിനിടയിൽ 3 മാസം മുൻപ് ഈ അനന്തൻ ആശാരി മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ആ കുടുംബം, ആ അമ്മയും മക്കളും അനാഥരാകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ കുട്ടികൾ അവരോടൊപ്പം മുതിർന്നവരും കൂടി ചേർന്നിട്ട് അവർക്ക് എത്രയും പെട്ടെന്നൊരു വീടുണ്ടാക്കുവാനും അങ്ങനെ അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് അവരെ മാറ്റി താമസിപ്പിക്കാനുമുള്ള ഒരു യജ്ഞം ഏറ്റെടുത്തത്. ആ തരത്തിലൊരു യജ്ഞം ഏറ്റെടുക്കുന്നതിന് അവരെ പ്രേരിപ്പിച്ചത്, അവർക്ക് ആത്മബലം നൽകിയത് 2 വർഷങ്ങൾക്ക് മുമ്പ് അവരിതുപോലെ ഒന്ന് ചെയ്തിരുന്നു. ഉമ്മയും ബാപ്പയും മരണപ്പെട്ട അനാഥനായ ഒരു പയ്യൻ, മാനസികാരോഗ്യം അത്രയ്ക്ക് ശരിയില്ലാത്ത ഷെരീഫ് എന്ന ഒരു കുട്ടി, അവൻ അനാഥനായ ഒരവസ്ഥയിലായപ്പോൾ എല്ലാവരും ചേർന്ന് എല്ലാവരുടെയും സഹായത്തോടുകൂടി അവനൊരു വീടുണ്ടാക്കി കൊടുക്കുകയും ഈ നാട്ടുകാരായ ചെറുപ്പക്കാരിൽ ചിലർ ചേർന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളും സ്പോൺസർ ചെയ്ത് അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇതവർക്ക് കൊടുത്ത ഒരു ഉത്ബലം, ഒരു ആത്മബലം അവരെ കൊണ്ട് ഈ അനന്തൻ ആശാരിയുടെ പ്രശ്നവും ഏറ്റെടുക്കുവാനും പ്രേരിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവരെല്ലാം ഒത്തുചേർന്ന് പെട്ടെന്ന് ഇതിനൊരു തുടക്കമിടുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇത് പൂർത്തിയാക്കി ആ അമ്മയെയും മക്കളെയും ഈ വീട്ടിലേക്ക് മാറ്റിപ്പറിപ്പിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ് അവർ നീങ്ങുന്നത്. അവരുടെ പരിശ്രമവും അവരുടെ പ്രവർത്തനവും പ്രിയപ്പെട്ട നിങ്ങളെയൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ തരത്തിൽ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. നിങ്ങളത് കാണുകയും മനസ്സിലാക്കുകയും ആവും വിധം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മുടെ യുവതലമുറയെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരോടൊപ്പം നിൽക്കണമെന്നും പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം നല്ല മനസ്സ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. നമസ്കാരം. പിന്നെ നമ്മൾ ഈ ഭവന നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 2ാമത്തെ ലോഡ് ബഷീർ എന്നൊരു വെളുത്തമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നിസാം എന്ന് പറഞ്ഞൊരു സഹോദരനും ഓഫർ ചെയ്താണ് ഇപ്പോൾ 2ാമത്തെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് പാറയാണ്. പിന്നെ അതും ഇങ്ങനെ ഓഫർ ചെയ്യിക്കാൻ വേണ്ടി നോക്കുകയാണ്. ആരെങ്കിലും പെട്ടെന്ന് പാറ ഓഫർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്നോ നാളെ നമ്മൾക്ക് പറയാമെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 28-ാം തീയതിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കല്ലിൽ കറമ്പും. അത് പിന്നെ എത്രയും പെട്ടെന്ന് നടക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ആരെങ്കിലും കണ്ട് ഇത് ഓഫർ ചെയ്യിച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാൻ പറ്റും. ഇപ്പോൾ 2ാമത്തെ ലോഡല്ലേ വന്നത്? 2ാമത്തെ ലോഡാണ് വന്നിട്ടുള്ളത്. ഏകദേശം പണിക്കുള്ള സാധനം എത്തിയിട്ടുണ്ട്, എംസാൻഡ് എത്തിയിട്ടുണ്ട്. ഇനി പാറയും ഒക്കെയുള്ള സാധനങ്ങൾ നമ്മളിപ്പം ഒന്ന് ആലോചിച്ചപ്പോഴേ എല്ലാവരും ആലോചിച്ചപ്പോൾ ഈ വരുന്ന 28-ാം തീയതിയോളം ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അതിന് എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഇന്ന് വന്ന ഒരു ലോഡാണ്. ഇന്നൊരു ലോഡ് കൂടെ വന്നായിരുന്നു. നമ്മുടെ സുധീർ പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ചേർന്നിട്ട് ഒരു ലോഡ് ഇന്നും വന്നിട്ടുണ്ട്. അങ്ങനെ 2 ലോഡ് സാധനം ഇപ്പം നമ്മുടെ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനി വേണ്ടുന്ന നമുക്ക് പാറയാണ്. അതാണ്ട് നമ്മുടെ ഈ സാജിദിൻ്റെ കെയർ ഓഫിലാണ് ഇന്നും ഇന്നലെയൊക്കെ വന്ന ലോഡ് ഇവിടെ എത്തിയിരിക്കുന്നത്. സാജിദിൻ്റെ അളിയന് ഇന്നലെ ഒരു ലോഡ് അടിച്ചായിരുന്നു. പിന്നെ ഇന്ന് മറ്റേ 2 സഹോദരങ്ങൾ ചേർന്നിട്ട് ഇത് ഇന്നത്തെ അടിച്ചിട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറായിട്ട് അങ്ങോട്ട് നീങ്ങണം.
നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഷാഫി ഷമീർ നമ്പർ ഉണ്ടോ? അത് നമ്മുടെ കല്ലിടിയിൽ ചടങ്ങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എല്ലാവരും എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഇവിടെ കല്ലിടിയിൽ ചടങ്ങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അനന്തനിഷ്ഠയുടെ വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും മുന്നിട്ട് നിന്നുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണ ചടങ്ങുകൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. ഓണത്തിന് മുമ്പായിട്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനം നടന്ന് അതിൻ്റെ അവർ താമസിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടുകാരെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ മുന്നും ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരെല്ലാം മുന്നോട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് വാർഡിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ നടത്താമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ ആശംസകളും. നമ്മുടെ റഷാദി ഉസ്താദ് ആണ് സംസാരിക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ഏറ്റവും വലിയ ഒരു കർമ്മത്തിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നാടൊന്നടങ്കം നമ്മുടെ മേശ്വരയുടെ വീടിൻ്റെ ഈ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പ്രവാചകൻ്റെ ഒരു വാചകം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞത് ഇർഹമു മൻഫില്ലർലി ഇർഹമുക്കും മൻഫിസ്സമാ എന്നാണ്. അതായത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്നാണ്. ആ ഒരു വാക്കിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ നാടൊന്നടങ്കം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഉദ്യമത്തിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ വീട് പൂർത്തിയാകുന്നതുവരെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അടുത്തായി സലീം അണ്ണൻ 2 വാക്ക് സംസാരിക്കുന്നതാണ്. ഈ ചായ കൊണ്ട് ഇതിൻ്റെ പുറകെ കൂടെ വരില്ല പ്ലീസ്. ചായ കൊടുത്തു വേണ്ട. പിന്നെ ഇത് നോക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി മാളൂസതി, നമ്മുടെ ഉസ്താദ് സലാമ, ഇതിൻ്റെ പ്രവർത്തനങ്ങളായി ഷാഫി, ഒത്തിരി എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. നമ്മൾ ഇന്ന് ഏറ്റവും വലിയൊരു സൽക്കർമ്മത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അനന്തൻ്റെ സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കണം. ആ കുടുംബത്തെ സഹായിക്കണം. അതിന് യാതൊരു തർക്കവുമില്ല. അതിനുവേണ്ടി എല്ലാവിധത്തിലും ഇവിടെ സഹായിക്കുവാൻ വേണ്ടി ഒരുപറ്റം ചെറുപ്പക്കാർ മുൻപന്തിയിൽ, അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ലാതെ തന്നെ രാവും പകരുമില്ലാതെ ഇതിൽ കഷ്ടപ്പെടുന്ന അനിയും സലാമും ഷാനവാസും എല്ലാ പേരെടുത്തും അജയനും ഒക്കെ എല്ലാവരും ഈ നമുക്ക് ഈ ഓണത്തിന് മുമ്പ് ഇത് പൂർത്തീകരിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അതുണ്ടാകണം. ഇതിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും നല്ല മധുരമൊക്കെ കഴിച്ചിട്ട് വേണം. ബിജുവണ്ണ അതിനെക്കുറിച്ച് 2 വാക്ക്. നമ്മുടെ മെയിൻ കോൺട്രാക്ടർ മാക്സിമം എൻ്റെ ഭാഗത്ത് മാക്സിമം സാറിന് ഉണ്ടാവും. പണി തീർത്തു വരും. അതെ 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 ഓണത്തിന് മുമ്പ് നമ്മൾ എല്ലാവരും അവരെ പുതിയ വീട്ടിലോട്ട് കയറ്റണമെന്നാണ് പറയുന്നത്. സുമാരനാ 2 വാക്ക് പറഞ്ഞോ അതിനെക്കുറിച്ച്. അതെ 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 സിദ്ദീഖ് പറഞ്ഞോ. അനന്തകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അനന്തകൃഷ്ണൻ എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ്. എത്രയും പെട്ടെന്ന് അനന്തകൃഷ്ണൻ ഈ ഭവനം യാഥാർത്ഥ്യമാകുവാൻ ഈ ഗ്രൂപ്പ് കാണിച്ച ആ മനാവസ്ഥയെ അഭിനന്ദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ ഭവനം പൂർത്തീകരിക്കുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, റബ്ബ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് 100 കിലോ കമ്പി നമുക്ക് ഓഫർ ചെയ്തതാണ് നമ്മുടെ തമിഴ്നാട് സ്വദേശി നമ്മുടെ സഹോദരൻ. 100 കിലോ കമ്പി പുള്ളി 2 വാക്ക് പറയാനുണ്ട്. ഇപ്പോൾ 100 കിലോ കമ്പി പിന്നെ നമുക്ക് വേറെ ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ 100 കിലോ കമ്പി തൽക്കാലം. ഓക്കെ, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ലതും ചെയ്യാം. അപ്പം നമ്മുടെ അധ്യാപകനോടുണ്ട്.
നിങ്ങളൊക്കെ പഠിപ്പിച്ച അധ്യാപകൻ ഇവിടെ ഉണ്ട്. ഏറ്റവും വേഗം ഇത് അവർ കയറി താമസിക്കുന്നതിന് വേണ്ടുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. ശ്രീകുമാർ സാറ് എല്ലാവരും വന്നിട്ടുണ്ട്. ഷാജിക 2 വാക്ക് സംസാരിക്കും അല്ലേ? ഈ കൂട്ടായ്മ വിജയമാക്കി തീർക്കട്ടെ. അതെ അതെ എത്രയും പെട്ടെന്ന്. അതെ. ഓ ആ നമ്മുടെ പള്ളിയിലെ അടുത്ത പള്ളിയിലെ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനൊരു 5 മിനിറ്റ് താമസിച്ചാലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങോട്ട് നീങ്ങുന്നു, എല്ലാവരും നീങ്ങുന്നു. ഇതാണ് നമ്മുടെ കല്ല്. ഒരുപാട് നീളത്തിൽ കേട്ടോ, 2 വരി. ബഹുമാന്യരായ നാട്ടുകാരെ, സ്നേഹിതരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് ഇവിടെ കൂടുവാനിടയായതോർത്ത് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ഭവനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവിടെയുള്ളതായ സ്നേഹിതരായ ആളുകൾ, പ്രിയപ്പെട്ടവർ, സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള സ്നേഹിതർ ഒന്നിച്ചുകൂടി അതിന് സഹായം ചെയ്യുവാനായിട്ട് കൂടി വന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഭവനം ഇന്ന് ശിലാസ്ഥാപനം നടത്തി അതിൻ്റെ പണി ആരംഭിക്കുന്നതായ സമയത്ത് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈശ്വരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ പാറയുടെ പണി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വിളിക്കുമെന്നല്ല എല്ലാ ആൾക്കാരും, നമ്മുടെ പ്രവാസി ഇവിടുന്ന് പോയിട്ടുള്ള ചേട്ടന്മാരും അനിയന്മാരും എല്ലാം നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി, വർക്ക് എന്തായെന്ന്. ഏകദേശം വേണ്ട വർക്ക്, പാറയുടെ വർക്കൊക്കെ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം 2 റൂമും 1 ഹാളും 1 അടുക്കളയാണ് വരുന്നത്. പാറയുടെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അത് കളരിക്കൽ ബിജുവണ്ണൻ്റെ അങ്ങ് തന്നെ കിടപ്പുണ്ടായിരുന്നു പാറ. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കുറച്ച് പാറ അധികം വന്നിട്ടുണ്ട്. അപ്പം നാളെ ബെൽറ്റിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി, തട്ടടിക്കാൻ വേണ്ടി ആൾക്കാരെ ഉണ്ടെങ്കിൽ അവർ ബിജുവണ്ണൻ നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാളത്തേക്ക് വേണ്ടുന്ന കമ്പിയും നമ്മുടെ തമിഴ്നാട് സ്വദേശി മഹേഷും പിന്നെ നമ്മുടെ തെക്കുടുക്കത്ത് ജയ് സാഹിബൂടെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് നാളെ എത്തും. പിന്നെ മെറ്റിൽ നമ്മുടെ പൊടിമോൻ ഇളമ്പള്ളിശ്ശേരിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നാളെ എത്തും. പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഒക്കെ ഉപയോഗിച്ചിരുന്ന സിമൻറ്റ് നമ്മുടെ കൂട്ടുത്തറയിലെ ഷമീർ, പിന്നെ നമ്മുടെ കോട്ടയ്ക്കകത്ത് ഉണ്ണിയും കൂടെ ഇറക്കി തന്ന സിമൻറ്റായിരുന്നു. അത് കുറച്ചിരിപ്പുണ്ട്. നാളത്തേക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്കെടുക്കാം. ഏറെക്കുറെ എല്ലാം ഇത്രയും ഒക്കെ ആയിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് തന്നെ നമുക്കവരെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് ഈ കാണുന്ന തകര പഠിച്ച വീട്ടിൽ നിന്നും പുതിയ വീട്ടിലോട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കവരെ എത്തിക്കുക. അതുകൊണ്ട് ഇത്രയും സിമൻറ്റ് ബാക്കിയുണ്ട്. ഇപ്പം നാളത്തേക്ക് ചിലപ്പോൾ ഇതും ബെൽറ്റ് അടിക്കാൻ ചിലപ്പോൾ ഒരു 4-5 പാക്കറ്റ് കൂടെ ഇറക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു, വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പണി വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് തീർക്കാനും പറ്റി. എന്താ ഷാനവാസലയൻ വെള്ളമടിക്കുന്നുണ്ട്. ഇന്നത്തെ വെള്ളമടി ഷാനവാസലയനാണ്. കട ഇച്ചിരി നേരത്തേക്കൊക്കെ അടച്ചിട്ടിട്ട് വന്ന് നിന്ന് വെള്ളമടിക്കുകയാണ്. പിന്നെ നമ്മുടെ മഹേഷും, തമിഴ്നാട് സ്വദേശി മഹേഷും, പിന്നെ തെക്കുടുക്കത്ത് ജയ് സാഹിബും പറഞ്ഞ കമ്പി ഓഫർ ചെയ്ത കമ്പി വന്നിട്ടുണ്ട്. അതാണ്ട് ആമൂടൻ ഇതാ നിൽക്കുന്നു. പിന്നെ വേറൊരു സംഭവം, നമ്മുടെ പോറ്റിയണ്ണന് നിന്ന് പിന്നെ പറഞ്ഞ കട്ടളയും ജനലും ഒക്കെ പണിയുന്നുണ്ട്. നമ്മുടെ വള്ളിക്കാവ് സ്വദേശി തടി കൊടുത്തു വിട്ടായിരുന്നു. അത് നമ്മുടെ പോറ്റിയണ്ണൻ നിന്ന് പണിയാണ്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് അങ്ങ് കെട്ടിത്തുടങ്ങും. ഓക്കെ അണ്ണാ.
നമ്മുടെ കൊച്ചുതുണ്ടിൽ ഭവന നിർമ്മാണ സമിതിയിലേക്ക് 2000 രൂപ സംഭാവന ചെയ്ത രാജേഷാണിത്. കൽക്കട്ട സ്വദേശിയാണ് രാജേഷ്. അതൊന്ന് ഉഷാറായിട്ട് എനിക്ക് രാവിലെ